ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ പ്രഥമ മഹിതാചാര്യൻ സ്വർഗീയ മണവറയിലേക്ക് പ്രവേശിച്ചതിൻ്റെ 14-ാം ഓർമ്മ പെരുന്നാൾ നാം ആചരിക്കുകയാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നത് പോലെ, നിങ്ങളോട് ദൈവവചനം പറഞ്ഞ് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ എന്നുള്ള, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ എന്നുള്ള തിരുവചനപ്രകാരം പരിശുദ്ധ പിതാവിനെ നാം സ്മരിക്കുകയാണ്. ഒരു വ്യക്തി ജീവിതകാലത്തിന് ശേഷവും സ്മരിക്കപ്പെടണമെങ്കിൽ ആ ധന്യമായ ജീവിതത്തിൽ ഒട്ടനവധി അനുകരണീയമായ മാതൃകകൾ ഉണ്ടായിരിക്കണം. മാവേലിക്കര പടിയോലയുടെ മണ്ണിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് മാവേലിക്കര ഭദ്രാസനം എന്നുള്ള ചിരകാല സ്വപ്നം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യുസിതിയൻ ബാബായുടെ, ഏഞ്ചൽ ബാബായുടെ 134/2000 നമ്പർ കൽപ്പന പ്രകാരം നടപ്പിലായപ്പോൾ 10/8/2002 മുതൽ 1/8/2012 വരെ ഒരു ദശാബ്ദക്കാലം വളരെ ധന്യതയോടുകൂടെ ഈ ഭദ്രാസനത്തെ ആ പിതാവ് നയിച്ചു. ഓർമ്മകളെ ഓർമ്മപ്പെടുത്തലുകളായും സമർപ്പണമായും സൽപ്രവൃത്തികളായും അന്വേഷണമായും പ്രാർത്ഥനയായും രൂപാന്തരപ്പെടുത്തുന്ന ഒരു പാരമ്പര്യമാണ് പൗരസ്ത്യ സഭയ്ക്കുള്ളത്. ഉറപ്പുള്ളവൻ എന്നർത്ഥമുള്ള പൗലോസ്മാർ പക്കോമിയോസ് തിരുമേനിയുടെ ജീവിതത്തിലേക്കുള്ള ദർശനത്തിലേക്കുമുള്ള അന്വേഷണമാണ്, യാത്രയാണ് ഈ 14-ാം ഓർമ്മ പെരുന്നാൾ. അദ്ദേഹത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ 5 കാര്യങ്ങൾ അടിവരയിട്ട് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, പരിശുദ്ധ തിരുമേനിയുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉന്നതമായ ശ്രേഷ്ഠമായ കുടുംബ പശ്ചാത്തലം ഏറെ പ്രസക്തമായിരുന്നു. 2 തിമോത്തിയോസ് 1:5 പൗലോസ്ലീഹ തിമോത്തിയോസിനോട് പറയുന്നത് പോലെ, ആ വിശ്വാസം നിന്റെ വല്യമ്മ ലോവിസിലും നിന്റെ അമ്മ യൂനിക്കിയിലും ഉണ്ടായിരുന്നു, അത് നിന്നിലും ഉണ്ടായിരുന്നു എന്നുള്ള ആ വചനം പോലെ തന്നെ മാതൃകുടുംബം വഴിയായി പക്കോമിയോസ് തിരുമേനിയുടെ കുടുംബം പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ കുടുംബമായും, പിതൃകുടുംബം പരിശുദ്ധ കുറിച്ചി വലിയ ബാബായുടെ കുടുംബവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധവും ആയതുപോലെ തന്നെ ജീവിത ശൈലിയും പുലർത്തിയിരുന്ന കുടുംബമാണ്. ആ കുലീനത്വം, കുടുംബ പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ വാക്കിലും പെരുമാറ്റത്തിലും ഇടപെടലുകളിലും ആ ആഠ്യത്വം പുലർത്തിയിരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിളിച്ച വിളിയെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യം, ബലിപീഠത്തിലെ പരിശുദ്ധി, ആട്ടിൻകൂട്ടത്തെക്കുറിച്ചുള്ള എരിവും ജാഗ്രതയും, വിശ്വാസത്തിൻ്റെ ഒരു നല്ല ഭടൻ, അതിലുപരിയായി ധ്യാന ബഹുലതയേക്കാൾ കർമ്മ ബഹുലത കൊണ്ട് തൻ്റെ ജീവിതം ധന്യമായി നയിച്ച ഒരു പിതാവായിരുന്നു പക്കോമിയോസ് തിരുമേനി. സൗമ്യമായ ഇടപെടലുകൾ കൂടെ കുടുംബ പശ്ചാത്തലം എടുത്തു കാട്ടുന്ന ഒരു വലിയ ജീവിത മാതൃകയായിരുന്നു. രണ്ടാമതായി, അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉത്തമ സന്യാസത്തിൻ്റെ നിർമ്മലതയും നിഷ്കളങ്കതയും എപ്പോഴും അദ്ദേഹത്തിൽ നിഴലിച്ചു നിന്നിരുന്നു. ഈ പുരാതന സഭയുടെ ആത്മീയ നേതൃത്വത്തിൻ്റെ കാമ്പും കാന്തിയും സന്യാസത്തിൻ്റെ അച്ചിൽ വാർത്തെടുത്ത പിതാക്കന്മാരായിരുന്നു. ദാരിദ്ര്യവും ലാളിത്യവും വ്രതനിഷ്ഠയും ത്യാഗസന്നദ്ധയും അദ്ദേഹത്തിൻ്റെ അടയാഭരണങ്ങളായിരുന്നു. നാട്യങ്ങളും നടനങ്ങളും അരങ്ങേറുന്ന വർത്തമാന ആത്മീയതയിൽ നിന്ന് വ്യത്യസ്തമായി വളച്ചുകെട്ടലുകളോ വെച്ചുകെട്ടലുകളോ ഇല്ലാത്ത ജീവിതശൈലി ഏറെ ശ്രദ്ധേയമായിരുന്നു. പുരാതനമായ കുറിച്ചി കോലെടുത്ത് കുടുംബത്തിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിരുന്ന ജോൺ സാറിൻ്റെ മകൻ എന്ന നിലയിൽ ജീവിത സമൃദ്ധിയിൽ നിന്ന് പെരിനാട് ബദനിയിലെ മുണ്ടൻമലയിലെ ആശ്രമത്തിലെ ദാരിദ്ര്യവ്രതത്തിലേക്കുള്ള യാത്ര ദൈവ നിയോഗം തന്നെയായിരുന്നു. എഞ്ചിനീയർ ആകുവാൻ ആഗ്രഹിച്ച് പുരോഹിതനായി ടെക്നോളജിയുടെ തന്ത്രങ്ങളിൽ നിന്ന്
ആരാധനയുടെ മന്ത്രങ്ങളിലേക്ക് അദ്ദേഹം കടന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനം നമുക്ക് നൽകുന്ന ഒരു വലിയ ജീവിത ശൈലിയായിരുന്നു. ആർക്കും എപ്പോഴും ധൈര്യത്തോടെ ഏത് കാര്യത്തിനും സമീപിക്കാവുന്ന ഒരു നല്ല വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ പിതാവ്. മൂന്നാമതായി അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആഴമേറിയ സഭാ സ്നേഹമായിരുന്നു. ഭാരതസഭയെ ഭാസുരമാക്കിയ അനവധി സഭാപിതാക്കന്മാരിൽ സഭാസ്നേഹം കൊണ്ട് ശ്രദ്ധേയനായിരുന്നു സ്മര്യപുരുഷനായ അഭിയന്യ പൗലോസ് മാർ പക്കോമിയോസ് തിരുമേനി. മലങ്കര സഭയുടെ ജനകീയ മെത്രാപ്പോലീത്ത എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. പരിശുദ്ധ സഭ എൻ്റെ ജീവനേക്കാൾ വലിയതാണ് എന്ന് അദ്ദേഹം പലയിടത്തും അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. താൻ തൊട്ടതെല്ലാം തൻ്റേതാക്കി മാറ്റുന്ന വർത്തമാന കാല നേതൃത്വത്തിൽ നിന്ന് വ്യത്യസ്തമായി തനിക്കുള്ളതെല്ലാം സഭയ്ക്കായി മുൻ നിശ്ചയിച്ച് രേഖപ്പെടുത്തി പരിശുദ്ധ സഭാധ്യക്ഷനെ ഏൽപ്പിച്ച പുണ്യപിതാവായിരുന്നു പക്കോമിയോസ് തിരുമേനി. തൻ്റെ ഭൗതികമായി താൻ ആർജിച്ച എല്ലാ സ്വത്തും മുൻകൂട്ടി നാളുകൾക്ക് മുമ്പേ ഒരു ഡയറിയിൽ ഓരോ ഐറ്റം വീതമായി കുറിച്ച് വെച്ച് അതൊരു ലോക്കറിൽ സൂക്ഷിച്ച് തൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പരിശുദ്ധ സഭാ മേലധ്യക്ഷൻ അത് പരിശോധിച്ച് സഭയുടേതാക്കി തീർക്കുവാൻ തക്കവണ്ണമുള്ള ദീർഘവീക്ഷണത്തോടുകൂടെ അദ്ദേഹം തൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരുന്നു. ഇത് ആർജിച്ചതെല്ലാം സഭയ്ക്ക് സ്വയമേ നൽകി തൻ്റെ നിഷ്കളങ്കതയുടെയും നിസ്വാർത്ഥതയുടെയും സഭാസ്നേഹത്തിൻ്റെയും ആ വലിയ മാറ്റ് അദ്ദേഹം ഈ സഭ മക്കളെ കാണിക്കുകയായിരുന്നു. നാലാമതായി അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൃഢമായ നിലപാടുകളുടെ ഒരു വലിയ വ്യക്തിത്വമായിരുന്നു അഭിമന്യ പിതാവ്. വാക്കും പ്രവൃത്തിയും ഒന്നായിരുന്നു. മനസ്സാക്ഷിയുടെ നിർമ്മല പാതയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ ധീരത എന്ന് പറയുന്നത്. കാലിക സാമൂഹിക രാഷ്ട്രീയ സഭാ വിഷയങ്ങളിൽ ഏലിയാവിൻ്റെ ധീരതയുടെ ആത്മാവോടും യോഹന്നാൻ മബ്ദാനായുടെ നീതിബോധത്തോടും ദാനിയേലിൻ്റെ ആത്മധൈര്യത്തോടും കൂടെ അദ്ദേഹം പ്രതികരിക്കുമായിരുന്നു. പരിശുദ്ധ പൗലോസിദിയൻ ബാബ സഭയ്ക്ക് നീതിക്ക് വേണ്ടി ഉപവാസമനുഷ്ഠിച്ചപ്പോൾ അതറിഞ്ഞ് ഐക്യദാർഢ്യവുമായി ഓടിയെത്തി അവിടെ അദ്ദേഹം സഭാമക്കളെ ബലപ്പെടുത്തിയ സന്ദർഭം ഓർക്കുകയായിരുന്നു. ബഥനിയുടെ സുപ്പീരിയർ, MGOCSമിൻ്റെ മുൻ പ്രസിഡന്റ്, കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസിൻ്റെ മുൻ മാനേജർ, നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റിൻ്റെ അംഗം, ഇന്റർ ചർച്ച് ഡയലോഗ് മെമ്പർ എന്നീ നിലകളിൽ ഒട്ടനവധി നിർണായകമായ സ്ഥാനങ്ങളും ആയതുപോലെ തന്നെ പദവികളും അദ്ദേഹം അലങ്കരിച്ചിരുന്നു. അഞ്ചാമതായി അദ്ദേഹത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തി ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽ വളരെയധികം തൽപരനായിരുന്നു. സമസ്ത മേഖലയിലുമുള്ള ഉന്നതരുമായി അദ്ദേഹത്തിനും സാധാരണക്കാരുമായും വ്യക്തിബന്ധം പുലർത്തുവാൻ സാധിച്ചിരുന്നു. സ്നേഹബന്ധങ്ങൾ തിരുമേനിയുടെ ഒരു ബലഹീനത തന്നെയായിരുന്നു. ഉന്നതരെ പേര് ചൊല്ലി വിളിക്കുവാനുള്ള ആ വലിയ അറിവും സ്വാധീനവും അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു. മലങ്കര സഭയുടെ നാഥാൻ പ്രവാചകനായിരുന്നു തിരുമേനി. പ്രകടനാത്മകമല്ലാത്ത ആത്മീയത അദ്ദേഹത്തിൻ്റെ സവിശേഷതയായിരുന്നു. കൂടെ നിൽക്കുന്നവരെ ചേർത്ത് നിർത്തുവാനും വിശ്വാസത്തിൽ എടുക്കുവാനും കഴിയുന്ന ഒരു ആത്മീയതയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ശ്രദ്ധേയമായ മറ്റൊരു പാത. ഏതൊരു കാര്യത്തിനും ഒരു വലിയ മുന്നൊരുക്കം അദ്ദേഹം എടുത്തിരുന്നു. ഏതൊരു യാത്രയ്ക്കും വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് ചാപ്പലിൽ കയറി അല്പനേരം പ്രാർത്ഥിച്ച് കുരിശു വരച്ച് ഇറങ്ങി തിരിച്ച് യാത്ര പൂർത്തീകരിച്ച് മടങ്ങി വരുമ്പോൾ ചാപ്പലിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷമേ അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്തേക്ക് അദ്ദേഹം പ്രവേശിക്കാറുണ്ടായിരുന്നുള്ളൂ. കൃത്യനിഷ്ഠയും സമയനിഷ്ഠയും പാലിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. സ്നേഹ ശാസനകൾ എത്ര ഉന്നതരായിരുന്നാലും അവരോട് ധൈര്യത്തോടുകൂടെ പറയുവാൻ അദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു. ചുരുക്കത്തിൽ ജനഹൃദയങ്ങളെ തൊട്ടറിഞ്ഞ ഈ ജനകീയ മെത്രാപ്പോലീത്തായുടെ ദീപ്തമായ ഓർമ്മകൾ കാലാവർത്തിതമായി
സുഗന്ധം പരത്തട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാവായ വട്ടശ്ശേരിൽ തിരുമേനിയുടെ കബറിങ്കൽ ആലേഖനം ചെയ്തിട്ടുള്ളതുപോലെ ദ ടൈം വിൽ നോട്ട് ഡിം ഹിസ് ഗ്ലോറി. ഏറെ അർത്ഥവത്താണ് ഈ പിതാവിനെ സംബന്ധിച്ച് പറയുമ്പോഴും. പഴക്കം കൂടുമ്പോൾ വീര്യം കൂടുന്ന വീഞ്ഞു പോലെ കാലങ്ങൾ പിന്നിടുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്മരണ ഏറെ പ്രസക്തിയും അർത്ഥവ്യാപ്തിയും കൂടുതലായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനിയേൽ പ്രവചനം 12:3 സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുവാൻ നക്ഷത്രങ്ങളെപ്പോലെയും ശോഭിക്കും എന്നുള്ള തിരുവചന ദർശനം പോലെ ദൈവത്തിനും സഭയ്ക്കും സമൂഹത്തിനും മാവേലിക്കരയുമായി സ്വയം സമർപ്പിച്ച ഈ സ്വർഗീയ നക്ഷത്രം ദൈവിക പരിജ്ഞാനിയുമായിരുന്ന ഭാഗ്യ സ്മരണാർഹനായ പക്കോമ്യസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആചരണം ഏവർക്കും അനുഗ്രഹവും നന്മയും ആശ്വാസവുമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പുണ്യപിതാവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു.